ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു Ad24 യൂട്യൂബ് മലയാളം ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ഡിഗ്രി പ്രിലിംസിന്റെ ഒരു റിവിഷൻ സെഷൻ ആണ്. അതിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിൽ പാർട്ട് 1. അപ്പൊ നമ്മൾ എക്സാം വരേക്കും നമ്മുടെ റിവിഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണല്ലേ. അപ്പൊ അതിൽ മാത്സ് ആൻഡ് റീസണിങ് അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റി പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് 2023 നടന്ന കോമൺ പ്രിലിമിനറി എക്സാമിൽ നടന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. PYQ സീരീസ് ആണ്. അപ്പൊ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. എന്നാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ട് 2-ലായിരിക്കും ബാക്കി നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സ്റ്റേജ് 3-ൽ നടന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഡെയിലി ക്വിസസ്, സബ്ജക്ട് വൈസ് ക്വിസസ്, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ, ഡെയിലി കറണ്ട് അഫയേഴ്സ്, ജോബ് അലേർട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് തന്നെ അത് ഫോളോ ചെയ്ത് പോവാട്ടോ. ഇനി നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് സെഷൻസ്, ജനറിക് സെഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനൽ ത്രൂ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. നമുക്ക് ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് എ വാല്യൂ ഓഫ് 6.3 into 6.3 plus 2 into 6.3 into 3.7 plus 3.7 into 3.7? എന്താണ് വാട്ട് ഇസ് എ വാല്യൂ ഓഫ് എന്നല്ലേ? അതായത് ഇവിടെ ഒരു 6.3 ഉണ്ട്, 6.3 ഉണ്ട്, ഇവിടെ ഒരു 6.3 ഉണ്ട്, ഒരു 3.7 ഉണ്ട്, ഇവിടെ ഒരു 3.7 ഉണ്ട്, ഒരു 2 ഉണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതുകൊണ്ട് ആക്ച്വലി മീൻ ചെയ്യുന്നത്. നമുക്ക് 6.3 A ആയിട്ടും 3.7 B ആയിട്ടും എടുക്കാം. ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കിക്കേ. A into A plus 2 into A into B plus B into B. അതായത് A square plus 2AB plus B square അല്ലേ? ഇത് ഏതിന്റെ ഐഡന്റിറ്റി ആണ്? A plus B the whole squareന്റെ എക്സ്പാൻഷൻ ആണ് A square plus 2AB plus B square. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, നമുക്കിവിടെ A plus B the whole square അല്ലേ? A നമുക്കറിയാം 6.3 ആണ്. അടുത്ത B എത്രയാണ്? 3.7 ആണ്. The whole square. ഇനി 6.3 plus 3.7 എന്തായിരിക്കും? 6.3-ഉം 3.7-ഉം. ഓക്കെ, 10 ഇവിടെ 1 9 10, അതായത് 10 കിട്ടും. 10.0 അതായത് 10 കിട്ടും. 10ന്റെ സ്ക്വയർ എന്താണ്? 100. എന്ത് വന്നു? 100 എന്ന ആൻസർ വന്നു. 10ന്റെ സ്ക്വയർ 100 എന്നാണ് ആൻസർ വന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ വരുന്നത്. 100 ആണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. ഇതുപോലെ വരുന്ന A minus B the whole square, A plus B the whole square, ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The decimal number equivalent to 1/5 plus 1/4 plus 3/10. അപ്പോൾ 1/5 plus 1/4 plus 3/10ന്റെ ഡെസിമൽ നമ്പർ ഏതെന്നാ? അപ്പൊ ഏത് നമ്പർ ആണ്, ഏത് ഡെസിമൽ നമ്പർ ആണ് ഇക്വലന്റ് ആയിട്ട് വരുന്നത്, ഈ ഒരു ഫ്രാക്ഷന് ഇക്വലന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 1/5 പ്ലസ് 1/4 പ്ലസ് 3/10 അല്ലേ? 1/5 പ്ലസ് 1/4 പ്ലസ് 3/10 അല്ലേ? 1/5 നമുക്ക് എങ്ങനെ ഡെസിമലിലോട്ട് എഴുതാൻ പറ്റും? 0.2 അല്ലേ? 0.2. ഇനി 1/4 ആണെങ്കിലോ 1-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പോയിന്റ് വരും, 0 വരും, 2 8 വീണ്ടും 2 0 5, അതായത് 0.25 ആണല്ലോ. 0.25. 3/10 ആണെങ്കിലോ 3/10 നമുക്ക് ഈസി ആയിട്ട് എഴുതാം. നമുക്ക് ഡിനോമിനേറ്ററിൽ 10 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ 0.3 ഒരു പ്ലേസ് മാത്രം മാറ്റി കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിനി 0.2, അടുത്ത് 0.25, 0.3 ഇത്രയും കൂടെ കൂട്ടുമ്പോൾ എന്തായിരിക്കും വരിക? 5 7 പോയിന്റ്സ്. അപ്പം 0.75 ഇക്വലന്റ് ആയിരിക്കും. അപ്പോൾ 1/5 പ്ലസ് 1/4 പ്ലസ് 3/10 എന്ന് പറയുന്നത് 0.75 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന് ഇക്വലന്റ് ആയിരിക്കും. ക്ലിയർ ആണോ നോക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. ഇതെല്ലാം 2023 കോമൺ പ്രിലിമിനറി ഡിഗ്രി ലെവൽ എക്സാമില് സ്റ്റേജ് 3-ൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേജ് 3-ൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ,
ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ ഡെസിമലിലോട്ട് മാറ്റുന്നതായാലും പെർസെന്റേജിലോട്ട് മാറ്റുന്നതായാലും കറക്റ്റ് ആയിട്ട് തന്നെ അത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 22 1/2% of 400 is എന്താണ്? 22 1/2% of 400. 22 1/2%. നമുക്ക് സാധാരണ ഒരു ഫ്രാക്ഷനിലോട്ട് മാറ്റാം. എങ്ങനെ മാറ്റാം? മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ സാധാരണ ഫ്രാക്ഷനിലോട്ട് മാറ്റാണ്. ആദ്യം 2 × 22 ചെയ്യാം, പിന്നെ ന്യൂമറേറ്റർ ആയ +1 ചെയ്യാം, ഡിവൈഡ് ബൈ 2 ഇൻറ്റു പെർസെന്റേജിനെ മാറ്റുക 1/100 ഓഫ് ഇൻറ്റു 400 ഇങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ 100 ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി 22 × 2 44 44 + 1 45 45/2 ഇൻറ്റു 4 എന്ന് വരും. ക്യാൻസൽ ചെയ്തു 2 വരും, അതായത് 90. ആൻസർ എന്താണ്? 90. 400ന്റെ 22 1/2% എന്ന് പറയുന്നത് 90 ആണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി 90 ആണ്. സിംപ്ലിഫിക്കേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതൊന്നും തെറ്റിപ്പോവാണ്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം 90 ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ തന്നെയാണ്, വേറെ ഒന്നുമല്ല. സിംപ്ലിഫിക്കേഷൻ 6² × 10⁴ × 15⁻³ ഡിവൈഡ് ബൈ 2⁻6 ഇൻറ്റു നെക്സ്റ്റ് എന്താണ് 3⁵ × 5⁻6. എങ്ങനെ ചെയ്യാം? 6² നമുക്ക് എങ്ങനെ മാറ്റാൻ നോക്കിക്കേ. കട്ട് ചെയ്ത് പോകണമല്ലോ. അപ്പൊ 6² എങ്ങനെ മാറ്റാം? 2 × 3 ആയിട്ട് മാറ്റാം. കാരണം ഇവിടെ 2 ഉം 3 ഡിനോമിനേറ്ററിലുണ്ട്. ⁻² ഇൻറ്റു 5 ഉം 2 ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ 2 × 5 10 നമുക്ക് 2 × 5⁻4. അടുത്തത് വീണ്ടും 3 × 5 എടുക്കാം അല്ലെ. 3 × 5⁻3 ഹോൾ ഡിവൈഡ് ബൈ 2⁻6 ഇൻറ്റു 3⁻5 ഇൻറ്റു 5⁻6. അപ്പം മേളത്തെ സംഖ്യ നമ്മൾ എന്ത് ചെയ്താൽ മതി? താഴത്തെ ഡിനോമിനേറ്റർ വെച്ച് കട്ട് ചെയ്യുന്ന രീതിക്ക് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റണം. ഇത് 2² ഇൻറ്റു 3² ഇൻറ്റു 2⁻4 ഇൻറ്റു 5⁻4 ഇൻറ്റു 3³ ഇൻറ്റു 5³ whole divide by 2⁻6 into 3⁻5 into 5⁻6. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് സെയിം ബേസ് വരുന്ന നമ്പറുകളുണ്ട്. അപ്പം a⁻m into a⁻n എന്ന് പറഞ്ഞാൽ a⁻m + n ആണ് അല്ലെ. 2² into 2⁻4 എന്ന് പറഞ്ഞാൽ 2⁻6 ആണ്. 2 + 4 6 ആണ്. ഇൻറ്റു ഇനി 3 രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്. 3² into 3³ 3 + 2 5 ആണ്. ഇൻറ്റു 5 രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോ 5⁻4 + 3 എന്താണ്? 7 ആണ്. ഡിവൈഡ് ബൈ 2⁻6 into 3⁻5 into 5⁻6. ക്യാൻസൽ ചെയ്യാം. 2⁻6 ഉം 2⁻6 ഉം ക്യാൻസൽ ചെയ്തു. 3⁻5 ഉം ഇതും ക്യാൻസൽ ചെയ്തു. ഇതിവിടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ അതായത് a⁻m the whole divide by a⁻n എന്ന് പറഞ്ഞാൽ a⁻m - n ആണ്. ഇവിടെ 5⁻7 divide by 5⁻6 ആണ് അല്ലേ. അപ്പോ 5⁻7 - 6 which is equal to 5. ആൻസർ എന്ത് വന്നു? 5. ഓപ്ഷൻ ബി 5 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി 5. ക്ലിയർ ആണോ നോക്കുക. അപ്പോ ഇത് ഇങ്ങനെ ചെയ്യാനുള്ള മെത്തേഡ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. താഴത്തെ ഡിനോമിനേറ്ററിനെ നമുക്ക് കട്ട് ചെയ്യുന്ന രീതിക്ക് വേണം മേളിൽ നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ. ക്ലിയർ ആണോ നോക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് x if 5:7 equal to x:35. അപ്പോ a:b equal to c:d എന്ന് പറഞ്ഞാൽ a/b equal to c/d ആയിരിക്കും അല്ലെ. അപ്പോ 5/7 equal to x/35 ആയിരിക്കും ആണല്ലോ. ഇതും ക്യാൻസൽ ചെയ്തു. ഇവിടെ 5 വന്നു. 35ഉം 7ഉം കൊണ്ട് പോകുമ്പോൾ 5 വന്നു. അങ്ങനെയാണെങ്കിൽ x എന്ന് പറഞ്ഞാൽ എത്ര വരും? 5 × 5 25. എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 25 വന്നു. എത്രയാണ്? 25. ഓപ്ഷൻ സി ആണ് നമുക്ക് എക്സിന്റെ വാല്യൂ വന്നിട്ടുള്ളത്.
ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ if the simple interest for an amount of rupees 10,000 for 2 years is rupees 2,400. അതായത് 10,000 രൂപയ്ക്ക് 2 വർഷത്തേക്ക് കിട്ടിയ എന്താണ് ഇൻട്രസ്റ്റ്, അതായത് സാധാരണ പലിശയാണ് 2,400 രൂപ എങ്കിൽ ആ സെയിം പ്രിൻസിപ്പൾ 2 വർഷത്തേക്ക് ആ സെയിം പ്രിൻസിപ്പളിന് കിട്ടിയ കൂട്ടുപലിശ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ PRT/100 ആണ്. അപ്പോ സാധാരണ പലിശ നമുക്ക് തന്നിട്ടുണ്ട് 2,400 ഈക്വൽ ടു എത്ര എമൗണ്ടിനാണ്? ആദ്യത്തെ ഇനിഷ്യൽ എമൗണ്ട് 10,000 ആണ്. റേറ്റ് നമുക്ക് അറിയില്ല, അപ്പൊ റേറ്റ് കണ്ടുപിടിക്കാം. ഇൻറ്റു ടി എത്രയാണ്? 2 വർഷത്തേക്ക് ഡിവൈഡ് ബൈ 100. ക്യാൻസൽ ചെയ്യാം, 2 സീറോസ് ഇവിടെയും ക്യാൻസൽ ചെയ്യും. ഇവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ 12 ആവും. അപ്പൊ R എത്ര വന്നു? 12% വന്നു. അപ്പോ 2 വർഷത്തേക്ക് ഈ സെയിം എമൗണ്ട് 10,000 എമൗണ്ടിന് 12% പലിശയ്ക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്ന് നമുക്ക് കുറയ്ക്കാം. അപ്പോൾ എമൗണ്ടിന്റെ ഇക്വേഷൻ എന്താണ്? P ഇൻറ്റു 1 പ്ലസ് R/100 റേസ് ടു N ആണ്. ഇവിടെ P എന്ന് പറയുന്നത് 10,000 ആണ്. മറ്റേ ഇക്വേഷനിലൂടെ P ഇൻറ്റു 1 പ്ലസ് R റേസ് ടു 100 റേസ് ടു N-1 കൊടുക്കുമ്പോൾ അത് ഒരുപാട് കാൽക്കുലേഷൻ വരുന്നത് കൊണ്ടാണ് എയിൽ നിന്ന് P കുറയ്ക്കുമ്പോൾ നമുക്ക് CI കിട്ടുക. അപ്പൊ ഇതെന്താ നമുക്ക് ചെയ്യാം? 10,000 ഇൻറ്റു 1 പ്ലസ് R/100. അപ്പം 1 പ്ലസ് 12/100 റേസ് ടു 2 അല്ലേ? അപ്പോ 10,000 ഇൻറ്റു 112 2 പ്രാവശ്യം വരും അല്ലെ? 112/100 നോക്കാം. 112/100 എന്ന് പറഞ്ഞാല് ക്യാൻസൽ ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്ത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാക്കിക്കേ. 2 കൊണ്ട് നമുക്ക് എത്ര വരും? 56 വരും. 2 കൊണ്ട് ഇത് 50 വന്നു. വീണ്ടും 2 കൊണ്ട് ഇത് 25 വന്നു. ഇത് എത്ര വന്നു? 2 1 28 വന്നു. അപ്പൊ 10,000 ഇൻറ്റു 28/25 ഇൻറ്റു 28/25. ഇപ്പൊ 25 4 ആണ് 100. ഓക്കെ, വീണ്ടും 400 വരുന്നുണ്ട്. അതായത് 100 400 25 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും എത്രയായിരിക്കും വരിക? ഒരു 100 അതില് പോവും. ഒരു 100 അതില് പോവും. ബാക്കി ഒരു 100 പോയ ബാക്കി 16. അപ്പം 25 ഇത് 16 വരും അല്ലെ? 16 ഇൻറ്റു 28 ഇൻറ്റു 28 വരും. 16 ഇപ്പൊ കാൽക്കുലേഷൻ ആണ്. 16 ഇൻറ്റു 28 ഇൻറ്റു 28 വരും. 12,544 ആണ് എമൗണ്ട് വരിക. ഇനി CI ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം എമൗണ്ടിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് CI കിട്ടും. 12,544 നിന്ന് 10,000 കുറച്ചു കഴിഞ്ഞാൽ എത്രയാണ് വരിക? 2,544. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. 2,544 ആണ് നമ്മുടെ CI വരുന്നത്. ഇത് നമ്മൾ സാധാരണ ഫോമിൽ യൂസ് ചെയ്ത് ചെയ്യുന്ന സംഭവമാണ്. ഇത് ഇങ്ങനെ ചെയ്യാന്നല്ലാതെ നമുക്കൊരു എളുപ്പ വഴിയും കൂടെ ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ 2 വർഷത്തേക്കാണ്. അപ്പൊ 1 to 1 കൊടുക്കുക. 1 to 1 കൊടുക്കുമ്പോൾ ഇതിൽ 1 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് ഇവിടെ 10,000 വന്നു. ഇനി ഈ 2 എന്ന് പറഞ്ഞാൽ SI ആണ്. ഓക്കെ, ഈ 2 എന്ന് പറയുന്നത് SI ആണ്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ രണ്ടും കൂടി ചേരുമ്പോഴാണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരിക. 10,000ന്റെ 12% എത്രയും നോക്കാം. ആദ്യം 10,000ന്റെ 12% എടുത്തേ. 2 സീറോ പോകുമ്പോൾ 1,200 ഈ 2ന് താഴെ എഴുതണം. വീണ്ടും ഈ 1,200ന്റെ 12% എടുക്കുക. അപ്പോൾ 2 സീറോസ് കട്ട് ചെയ്തപ്പോൾ 12 × 12 144 വരും അല്ലെ? ഞാൻ പറഞ്ഞു CI എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ്. അപ്പോ ഇവിടെ എത്രയാണ് വരുന്നത്? 24,00 പ്ലസ് 144 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2,544. കണ്ടോ, എന്ത് ഈസി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ? വളരെ ഈസി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഓപ്ഷൻ എന്ത് വന്നു? ഓപ്ഷൻ D 2,544. അപ്പം നമുക്ക് ഒട്ടും നിവർത്തിയില്ലെങ്കിൽ മാത്രം നമ്മുടെ ഫോർമുല യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വരുന്ന എന്താണ് നമ്മുടെ
ട്രിക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക കേട്ടോ. വളരെ ഈസിയാണ് ഈ ഒരു ട്രിക്ക് വന്നിട്ട്. ഓക്കെ, 1 to 1 യൂസ് ചെയ്യുക. ഇതിൽ പ്രിൻസിപ്പൽ എമൗണ്ട് ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് CI. അപ്പം ഇതിൽ നിന്ന് അതായത് 10,000-ൽ നിന്ന് 12% എടുത്ത് 1,200 രണ്ടിന് താഴെ എഴുതി, 1,200-ന്റെ 12% എടുത്ത് 1 താഴെ 144 എഴുതി. അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ രണ്ടും ഒന്നും കൂടെ ചേരുമ്പോഴാണ് 2 × 1,200 പ്ലസ് 1 × 144. അപ്പൊ 2,544 ആണ് ഈ ഒരു എമൗണ്ടിന് കിട്ടിയ എന്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഡിയസ് ഇൻ സെന്റിമീറ്റർ ഓഫ് എ സ്പിയർ whose volume is 36 pi centimeter cube. ചെയ്തോളൂ. റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്പിയറിന്റെ വോളിയം എന്താണ്? സ്പിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. നമ്മൾ മെൻസ്ട്രേഷൻ ഒക്കെ പഠിച്ചതായിരുന്നു. 3D ഫിഗറിൽ പഠിച്ചതാണ്. സ്പിയർ എന്ന് പറഞ്ഞാൽ ഗോളമാണ്. ഗോളത്തിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? 4/3 πr³ ആണ്. അപ്പൊ അത് നമുക്ക് തന്നിട്ടുണ്ട് 36 പൈ ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. 36 പൈ. അപ്പോ 4/3 πr³ = 36 പൈ ആണ്. പൈയും പൈയും ക്യാൻസൽ ചെയ്തു. ഇത് ക്യാൻസൽ ചെയ്ത് 9 വന്നു. അതായത് 1/3 r³ = 9 ആണ്. r³ = 27 വന്നു. r = എന്താണ്? 27 raised to 1/3 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. അതായത് 3ന്റെ ക്യൂബ് ആണ് അല്ലേ? അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇങ്ങനെ ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. r³ = അതായത് നമ്മുടെ പവേഴ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഇവിടെ 3ന്റെ ക്യൂബ് ആണ് വരുന്നത് അല്ലേ? നമ്മുടെ 27 3³ ആണ്. 3³ 2 ക്യൂബ് ആയതുകൊണ്ട് r = നമുക്ക് എന്ത് എഴുതാം? 3 എന്ന് എഴുതാം. ആൻസർ എന്ത് വന്നു? ഓപ്ഷൻ ഡി 3 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി 3. ഓക്കെ ആണല്ലോ? ഓപ്ഷൻ ഡി 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടേം ആൻഡ് ലാസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ are 144 and 300 respectively and common difference is 3. Find out the number of terms in this progression. അതായത് ഇതിൽ ആദ്യ പദവും അവസാന പദവും തന്നിട്ടുണ്ട്. അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഇത് ഞാൻ പറഞ്ഞു 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. അന്നത്തെ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസിന് പകരം അവർ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന കോമൺ റേഷ്യോ. അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞിട്ട് അത് കോമൺ റേഷ്യോ ആയിട്ടാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് ക്യാൻസൽ അന്ന് അവിടെ വെച്ച് ആ ക്വസ്റ്റ്യൻ അവിടെ വെച്ച് ക്യാൻസൽ ചെയ്തത്. ആക്ച്വലി അത് കോമൺ ഡിഫറൻസ് ആണ് വരേണ്ടത് കേട്ടോ. അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേം ആൻഡ് ലാസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. AP-യിലെ ആദ്യ പദം നമുക്ക് എത്രയാ തന്നിട്ടുള്ളത്? 144. ഇനി അവസാന പദം എത്രയാ തന്നിട്ടുള്ളത്? 300. ഇനി കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം എത്രയാണ്? D 3 തന്നിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ദി നമ്പർ ഓഫ് ടേംസ് ഇൻ ദിസ് പ്രോഗ്രഷൻ. അതായത് n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ആദ്യ പദവും അവസാന പദവും കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഫോർമുല യൂസ് ചെയ്യാം? അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ചിട്ട് കോമൺ ഡിഫറൻസ് +1 യൂസ് ചെയ്യാം. അതായത് 300-ൽ നിന്ന് 144 കുറച്ചിട്ട് ഡിവൈഡ് ബൈ 3 +1 കൊടുക്കാം അല്ലേ? 300 - 144 എത്രയാന്ന് നോക്കാം. 156 വരും അല്ലേ? എത്രയാണ്? 156. ക്യാൻസൽ ചെയ്താൽ മതി. ഇത് 10 വരും. അപ്പൊ 6 വന്നു. 9 വന്നു. അപ്പൊ എത്രയാണ്? 5 വന്നു.
വീണ്ടും ഇവിടെ 2 വന്നു പോകുന്നു. 156/3 + 1 ആണ്. 156 എന്ന് പറയുമ്പോൾ 52 വരും അല്ലെ. 52 + 1 എത്രയാണ്? 53 ആണ് നമുക്ക് ആൻസർ. അതായത് എത്ര ടേംസ് ഉണ്ട്, എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? 53 ഉണ്ട്. ഓപ്ഷൻ ഡി ആണ്. 53 ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ വരുന്നത്. 53 ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ആവറേജ് മാർക്ക് ഓഫ് 10 സ്റ്റുഡൻസ് ഇൻ എ ഗ്രൂപ്പ് ഈസ് 25. ആവറേജ് മാർക്ക് ഓഫ് 10 സ്റ്റുഡൻസ് ഇൻ എ ഗ്രൂപ്പ് ഈസ് 25. 10 സ്റ്റുഡൻസിന്റെ ആവറേജ് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിലെ 10 സ്റ്റുഡൻസിന്റെ ആവറേജ് മാർക്ക് എത്രയാണ്? 25 ആണ്. ഇഫ് വൺ മോർ സ്റ്റുഡന്റ് ഈസ് ജോയിൻഡ് ഇൻ ദിസ് ഗ്രൂപ്പ്, ദ ആവറേജ് ചേഞ്ചസ് ടു 24. അപ്പോൾ ഒരാളും കൂടെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആവറേജ് എന്താവും? 24ലേക്ക് ചേഞ്ച് ചെയ്യും. വാട്ട് ഈസ് എ മാർക്ക് ഓഫ് ന്യൂ സ്റ്റുഡൻസ്? ന്യൂ സ്റ്റുഡന്റിന്റെ മാർക്ക് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ചെയ്തോളൂ. അപ്പോൾ 10 സ്റ്റുഡന്റിന്റെ ആവറേജ് മാർക്ക് എത്രയാണ്? ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഒബ്സർവേഷൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. അതിൽ നിന്ന് ആകെ തുക കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻറ്റു നമ്പർ ആണ് അല്ലെ. അപ്പോ ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 10 സ്റ്റുഡന്റിലെ ടോട്ടൽ മാർക്ക് എന്ന് പറയുമ്പോൾ 10 × 25 എത്ര വന്നു? 250. ഇനി ഒരാളും കൂടെ അതിൽ ആഡ് ചെയ്തു. ഒരാളും കൂടെ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ടോട്ടൽ 11 സ്റ്റുഡൻസ് ആയി. അപ്പൊ ആവറേജ് എന്തായി? 24 ആയി. അപ്പോ 264 ആണ് ആയത്. 11 × 24 264. എങ്കിൽ പുതിയ സ്റ്റുഡന്റ് ആവറേജ് മാർക്ക് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ 264 നിന്നും 250 കുറയ്ക്കുക. അപ്പൊ എത്ര വന്നു? 14 അല്ലേ. അപ്പൊ ആ പുതിയ സ്റ്റുഡന്റിന്റെ ആവറേജ് മാർക്ക് എത്രയായിരിക്കും? 14 ആയിരിക്കും അല്ലെ. ഓപ്ഷൻ എ 14 ആണ്. എത്രയാണ്? 14 ആണ് ആ പുതിയ സ്റ്റുഡന്റിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർക്ക് എന്ന് പറയുന്നത് 14 മാർക്കായിരിക്കും. ക്ലിയർ ആണോ നോക്കുക? 14 മാർക്കായിരിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ വാക്സ് എ ഡിസ്റ്റൻസ് ഓഫ് 600 meter along a street in 5 minutes. അപ്പൊ 5 മിനിറ്റ് കൊണ്ട് ഒരാൾ എന്ത് ചെയ്തു? 600 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ട്രീറ്റില് നടക്കുകയാണ്. ഫൈൻഡ് ഹിസ് സ്പീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈസിയാണ്. ഡിസ്റ്റൻസ് എത്രയാണ്? 600 മീറ്റർ ആണ്. ഇനി എത്രയാണ്? 5 മിനിറ്റ് ആണ് ടൈം. സ്പീഡ് km/h വേണം കണ്ടുപിടിക്കാൻ.
എന്ത് വന്നു? അപ്പൊ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഇവിടെ മിനിറ്റ് ആണെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആക്കിക്കേ. സെക്കൻഡ് ആയിട്ട് ഇൻറ്റു 60 കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് വന്നു? 300 സെക്കൻഡ്സ് വന്നു അല്ലെ? ടൈം 300 സെക്കൻഡ്സ് വന്നു. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതായത് 600/300 എത്ര കിട്ടി? 2 കിട്ടി. അതായത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടിയത്. ഇനി ഇതിന് എന്ത് ചെയ്യാം? കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടിയിട്ട് 2 × 18/5 അതായത് 36/5 വരും. 7.2 കിലോമീറ്റർ പെർ അവർ ആണ് സ്പീഡ് വരുന്നത്. അയാളുടെ സ്പീഡ് എത്രയാണ്? 7.2 കിലോമീറ്റർ പെർ അവർ ആണ് സ്പീഡ് വരുന്നത്. ക്ലിയർ ആണോ നോക്കുക? 7.2 കിലോമീറ്റർ പെർ അവർ ആണ് സ്പീഡ് വരുന്നത്. ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ. അപ്പോ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻ ആണ് 2023 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിനി അടുത്ത വരുന്ന ഡേയ്സിലും ഇതിൽ നമുക്ക് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അതേ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളിത് കറക്റ്റ് ആയിട്ട് കാണുക. ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ഡൗട്ട്സ് ഉള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി. ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോ നമുക്ക് നമ്മുടെ 24/7 ക്ലാസ്, അതായത് ഓൺലൈൻ ലൈവ് ക്ലാസ് നമുക്ക് ഏകദേശം ഇപ്പോഴുള്ള എക്സാംസിന്റെ എല്ലാ ലൈവ് ക്ലാസ് നമുക്ക് അവൈലബിൾ ആണ്. അതിലൊന്ന് കേരള മെഗാ പാക്ക്. നമുക്ക് ഈ ഒരു അതായത് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന എല്ലാ കോഴ്സും കിട്ടുന്നതാണ് ഈ കേരള മെഗാ പാക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾ എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇതിലേക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതല്ല നമ്മുടെ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റേതാണെങ്കിൽ April 30 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒബ്ജക്റ്റീവ് പ്ലസ് ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സസ് ആണ്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് HCA പഠിക്കുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാം സിലബസ് ഓറിയന്റഡ് ആയിട്ടാണല്ലോ ആണ് കേട്ടോ ക്ലാസ് കാര്യങ്ങൾ പോവുക. ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ബാച്ച് 3 ഉണ്ട്. അതുപോലെ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഡിസ്ക്രിപ്റ്റീവ് ബാച്ച് ഉണ്ട് റീമാ മിസിന്റെ. പിന്നെ റെയിൽവേ ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട് നമുക്ക് April 29 സ്റ്റാർട്ട് ചെയ്ത്. SSC CHSL ബാച്ച് ഉണ്ട് April 29 സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമുക്ക് ഒത്തിരി ബാച്ച് കാര്യങ്ങൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ ഏത് ബാച്ച് നിങ്ങൾ ഏതിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്, ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫാക്കൽറ്റി കോഡ് Y340 യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ Y340 യൂസ് ചെയ്യുക. നമ്മുടെ ലൈവ് ബാച്ച് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ടെസ്റ്റ് സീരീസ്, ടെക്സ്റ്റ് ബുക്ക്, ഈ ബുക്ക് ഒക്കെ ആണെങ്കിൽ Y340 യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ അടുത്ത PYQ സെറ്റുമായിട്ട് കാണാം. അപ്പൊ അതുവരേക്കും താങ്ക് യു. ബൈ.